വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇന്നൊരു സാറ്റർഡേ ആണ്. കുറേ നാളായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വെച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞാനൊരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ, 9 മണി എങ്ങാണ്ടായി തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വൺ വീക്ക് അല്ല, മോർ ദാൻ 1 വീക്കായിട്ട് പനിയുണ്ട്. പനി, കഫക്കെട്ട്, ചുമ, തൊണ്ടവേദന, അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റിൻ്റെയാണ്. ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. 1K ഫാമിലി ആയതിനു ശേഷം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. ഞാൻ ആക്ച്വലി നല്ല ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു 1.5-2 വർഷത്തെ ജേർണിയാണിത്. അപ്പോൾ ഈ ജേർണിയിൽ എൻ്റെ ഒന്നിച്ചുണ്ടായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലൊക്കെ നിർത്തിയാലോ, ഇത് ക്ലിക്കാവുന്നൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ ഡേ ബൈ ഡേ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് വെൽക്കം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവി പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഇന്നൊന്ന് റൂം ഫുള്ളൊന്ന് ഒതുക്കാനുണ്ട്. കാരണം ഞാൻ 2 വീക്സ് ആയിട്ട് സാറ്റർഡേ സൺഡേ ഇവിടെ ഉണ്ടാവാറില്ല. ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പം എനിക്ക് റൂം ഇപ്പം ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. ജേർണലിംഗ്, ഡൂഡ്ലിംഗ്, അങ്ങനത്തെ കുറച്ച് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ ഉച്ചക്ക് ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫിലിമിന് പോകണം. പിന്നെ അതിന് മുന്നേ വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ പുറത്തേക്ക് പോകണതും സാധനങ്ങൾ വാങ്ങിക്കുന്നൊക്കെ കാണുമ്പോൾ. അപ്പം ഇന്നതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാന്ന് വെച്ചു. ഇപ്പം ഞാൻ കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറച്ചധികം റുട്ടീൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ മെസ്സി ആയിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് കുറച്ചൊന്ന് ഒരു റുട്ടീൻ്റെ ലൈഫ് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ PG നിന്നാണ് ഫുഡ് കഴിക്കാറ്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. അപ്പോൾ പൂരി അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, തട്ടുദോശ അത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഇങ്ങനെ ഓട്സോ കോൺഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പം ഞാൻ പഴം വാങ്ങിച്ചത് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് പഴം പുഴുങ്ങിയിട്ട് കുറച്ച് കോൺഫ്ലേക്സും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പഴം പുഴുങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ സ്കിൻ കെയറും ഞാനിപ്പം വേറെ തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതും അല്ലാത്തതും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് നല്ല ചേഞ്ചസ് ഉണ്ട്, പക്ഷേ ഭയങ്കര വിസിബിൾ ആവാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഞാനിപ്പം ഹോർമോണിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് മേ ബി അതിൻ്റെ ഒരു ചേഞ്ചും എൻ്റെ ഫേസിൽ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പം നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനത് വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കാരണം ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ 2026 സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അത്ര നല്ലൊരു രീതിയിലല്ല. ഞാൻ കുറച്ച് ഇമോഷണലി നല്ലോണം ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളൊരു സമയമായിരുന്നു ഈ 2026ൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ നോക്കി. പിന്നെ എനിക്ക് ഒരു തെറാപ്പിക്ക് പോയി. മെഡിസിൻസ് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എങ്ങനെ ശരിയാക്കാമെന്ന് ഞാനിങ്ങനെ ഓരോ റിസർച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇപ്പം എൻ്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 2026 പ്ലാനർ. ഇതെന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് ചെയ്യാറ്. ഇതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതി വെക്കും. പിന്നെ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ അതിലേക്ക് എഴുതും. അപ്പം തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും, പകുതി ആശ്വാസം കിട്ടും. അപ്പം ഞാൻ അത് നോക്കുമ്പം എനിക്ക് തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അല്ല കൂടുതൽ ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുകയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ രാവിലെ സ്ക്രീൻ ടൈം കുറക്കാമെന്നാണ് എൻ്റെ ഏറ്റവും വലിയത്. ഞാൻ രാവിലെ എണീറ്റാട് ഫോൺ എടുത്ത് നോക്കുക ചെയ്യുക, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടോ, വ്യൂസ് കൂടിയുണ്ടോ, ഇൻസ്റ്റാഗ്രാം അങ്ങനെ. അപ്പം അത് കുറക്കാൻ വേണ്ടി ഞാനൊരു രാവിലെ 2 മണിക്കൂർ ഫോൺ നോക്കാണ്ടിരിക്കും. ഇങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഫോണിനാണെങ്കിലും മാത്രം ഞാൻ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ കാലത്ത്. അങ്ങനെ കുറേ ഇപ്പോൾ ഒരു 2 to 3 വീക്സ് ആയിട്ട് ആ ഒരു സ്ക്രീൻ ടൈം എനിക്ക് നല്ലോണം കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ റൂം. ഇപ്പം അടിയിലത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ച് കുറേ നാളായി. പിന്നെ മൊത്തത്തിൽ ഒന്ന് ഒതുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാം ഇപ്പം ഭയങ്കര മെസ്സി ആയിട്ടുള്ളത് കണ്ട. ഞാൻ ആ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ജേർണലിങ്ങിൻ്റെ ബുക്കൊക്കെ അങ്ങനെ വെച്ച് ഫുൾ മെസ്സി ആയിട്ടുള്ളത്. അപ്പം ഞാൻ വെച്ചു എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന്. ഇതിപ്പോൾ കുറേ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തെടുത്ത്
ഫുള്ളൊന്ന് തൂത്തിട്ട് തിരിച്ചു വെക്കാൻ വിചാരിച്ചു. എനിക്ക് പണ്ട് തൊട്ടേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ്. എനിക്ക് ബോറടിക്കാറേ ഇല്ല. ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുക. പിന്നെ ഇപ്പോൾ ബെഡ് ഇങ്ങനെ ആണെങ്കിൽ ബെഡ് ഒന്ന് സ്ഥലം മാറ്റിയിടുക. അപ്പം തന്നെ നമുക്ക് മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആവും. ഓക്കെ, ഒരു പുതിയ റൂം കിട്ടിയ ഒരു ഫീല്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പെർഫ്യൂമൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബായിരിക്കും. പണ്ട് തൊട്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും, ഇല്ലെങ്കിൽ വാർഡ്രോബ് ക്ലീൻ ചെയ്യും. അതൊക്കെ എൻ്റെ ഭയങ്കര ഹോബി പോലെയാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ മാസമായി, ഞാൻ 2 മാസം കണ്ടായി തോന്നുന്നു ഈ റൂമിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഫുൾ അടുക്കി വെക്കുന്നത്. അപ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. പിന്നെ ആ സെയിലിന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വന്നിട്ട്. കണ്ടോ, അത്രയും സൂപ്പറായിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു നല്ലൊരു മോട്ടിവേഷനായി. ഓക്കെ, നമുക്കിനി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. യെസ് ഗൈസ്, അപ്പം അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സമയം ഓൾമോസ്റ്റ് ഒരു 11 ആയി. ഞാൻ 2 മണിക്കത്തെ ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഒരു 1:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അത്ര ഒരു സമയമുണ്ട്. പിന്നെ ഫുഡ് ഇന്ന് PG ന്ന് കഴിക്കാൻ വിചാരിച്ചു ഉച്ചക്കത്തെ. ഈവനിങ് ഞാൻ പുറത്തായതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ എനിക്ക് 2-3 അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് വേഗം പോയി മേലൊക്കെ കഴുകിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിയാം. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് മനസ്സിലായത് എന്തോ ഫ്രൈ ചെയ്തതാ, വഴുതിനെങ്കിയോ അങ്ങനെ എന്തോ. കൊള്ളാം, സംഭവം സെറ്റ് സാധനം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഞാൻ കഴിച്ചിട്ട് കാണാം നമുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഫുൾ ലുക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ക്യാമറ ഞാൻ എവിടെ വെക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ഒരു ഫ്രോക്ക് കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ ഗൈസ്, ഞാനിത് മാക്സിൽ സെയിൽ ഉണ്ടാകുമ്പോൾ വാങ്ങിച്ചതായിരുന്നു. 399 അങ്ങാണ്ടായിരുന്നു. ഫുൾ ഫ്രോക്ക്, ഫുള്ളില്ല, ഒരു നല്ല ഫുള്ളുണ്ട്. എൻ്റെ ഒരു നീളത്തിന് ഇത് ഫുള്ളാണ്. പക്ഷെ നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. 399 ഒക്കെ ഇത് നല്ല വർത്താ തോന്നിയിട്ടുണ്ട്. അപ്പോൾ 1 മണിയായി. ഇനി ഞാൻ നേരെ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം നൈക്കയിൽ സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ കെ ബ്യൂട്ടിയുടെ 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഒന്നുകൂടി പോയിട്ട് ഒന്ന് കൺഫേം ആക്കണം, വേറെ പല ഷെയ്ഡും ഉണ്ടോ നല്ലതെന്ന്. അതാണ് ഫസ്റ്റ് തിങ്. എൻ്റെ പുതിയ വാച്ചാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യണം. അപ്പം ഇതും ഒരു പണിയാണ്. തിയേറ്റർ ആക്ച്വലി ഒരു മോളിലാണ്, പക്ഷെ മോളിൽ ടൈറ്റൻ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് അവിടെ നിന്ന് ശരിയാക്കും. പിന്നെ നൈക്ക സ്റ്റോർ എവിടെ ഉള്ള വെച്ചാൽ അങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ദ ബൈ ഗൈസ്, ഞാൻ പോണത് അനോമി ഫിലിമിനാണ്, ഭാവനയുടെ. എനിക്ക് ഭാവന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മിക്സ്ഡ് റിവ്യൂസ് ആണ്, പക്ഷെ കൂടുതൽ ആൾക്കാർ നല്ലതിനെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ യൂഷ്വലി ത്രില്ലർ കൈൻഡ് ഓഫ് പടങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഫീൽ ഗുഡിനേക്കാളും ഇഷ്ടം ത്രില്ലർ കൈൻഡ് ഓഫ് ജോണറാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആശകളായാലും പോണോ ഇത് പോണോന്ന്. പിന്നെ എനിക്ക് എന്തായാലും അനോമിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സോ ഞാൻ അനോമിക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പം നമുക്ക് ഇപ്പം പയ്യെ ഇറങ്ങാം, എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഗൈസ് ഫിലിം ഒറ്റക്കൊക്കെ പോയി കാണാൻ തുടങ്ങിയത്. ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഒരു മീ ടൈം പോലെ. പിന്നെ മലയാളി ഫിലിം ആയതുകൊണ്ട് ഫുൾ മലയാളി ഓഡിയൻസ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് സേഫ്റ്റി ഇഷ്യൂ ഒന്നും പറയാനില്ല. എന്തായാലും സിനിമ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരും കാണാം, മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്ത് ജയനഗറിലൊരു നൈക്ക ഷോറൂം ഉണ്ടായിരുന്നു, അവിടത്തേക്കാണ് പോയത്. ആൻഡ് കുറേ ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കളർ. ഇത് ഒരു മറാക്കേഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ചില്ലി 646 വരുന്നത്.
അങ്ങനെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് 2-3 നല്ല ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മാക്ക് ആയാലും കെ ബ്യൂട്ടി ആയാലും. പിന്നെ തൊട്ടടുത്ത് ഗുഡ് ഗുഡിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കയറി നോക്കി. പക്ഷെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കിയ സാധനങ്ങൾ കുറച്ചുകൂടി ഒരു ഓവർ പ്രൈസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കമ്പയർ ടു മിനിസോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്നും കൂടി ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ തൊട്ടടുത്തുനിന്ന് ഭയങ്കര ഒരു മസാല ദോശയൊക്കെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു കച്ചോറി, ഒരു ഗീ റോസ്റ്റ് വാങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് റൂമിലെത്തിയിട്ടുണ്ട്. ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അനോമി എന്നാണ് ഫിലിം. ഭാവന, റഹ്മാൻ, മൊത്തത്തിൽ നല്ലതായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് ഒരു ത്രില്ലറാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു സയന്റിഫിക് കൈൻഡ് ഓഫ് ജോണറാണ്. ഇഷ്ടമായി. അങ്ങനെ ആർക്കും മനസ്സിലാവാതിരിക്കാൻ മാത്രമൊന്നുമില്ല. ഫുള്ള് ഫിലിമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഭാവനയൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാത്തൊരു ഫേസ് ഓഫ് ഭാവനയാണ് ഈ ഫിലിം ഫുള്ള്. പിന്നെ റഹ്മാൻ ആയിക്കോട്ടെ നന്നായിട്ട് ചേരുന്നുണ്ട്, ആ പോലീസ് ഓഫീസറുടെ ആ ഒരു ഫേസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് ഞാനൊരു 9.7 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കും. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ കാണാത്തവർ പോയി കാണാം. ത്രില്ലർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളടുത്ത് 2 അപ്ഡേറ്റ്സ് തരാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് അപ്ഡേറ്റ് പറഞ്ഞാൽ ഞാനൊരു ത്രിഫ്റ്റിംഗ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ത്രിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് എനിക്ക് തടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചൊരു ഒരു വർഷം 1.5 വർഷം മുന്നൊക്കെ ഞാൻ കുറച്ചും കൂടി മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം തൊട്ടുള്ള കുറേ ഡ്രസ്സ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്യാണ്ടുള്ള കുറേ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് പാകാവെങ്കിലും ഞാൻ ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സും ഉണ്ട്. അപ്പം അതെൻ്റെ അടുത്ത് വെച്ചിട്ട് വെറുതെ കാര്യമില്ലല്ലോ, ഞാൻ എന്തായാലും ഇടൂല. അപ്പം അത് ഞാൻ ത്രിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം പിന്നെ എന്നാൽ നല്ലോണം റേറ്റ് കൂട്ടിയിട്ടൊന്നല്ല. ഞാനിപ്പോൾ നല്ലോണം സ്പെൻഡ് ചെയ്ത് ഒരു ഡ്രസ്സാണെങ്കിൽ ഞാൻ കുറച്ച് പൈസ അതിലിടും, ഇല്ലെങ്കിൽ എനിക്ക് ഷിപ്പിംഗ് ചാർജ് മാത്രം തന്നാൽ മതിയാവും. അത്രയും. പിന്നെ പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കീറിയതോ പിന്നീതോ ഒന്നും ഞാൻ വെക്കുന്നില്ല. ഞാൻ 1 2 വട്ടിട്ട ഡ്രസ്സാണ് മിക്കതും. ഞാനിങ്ങനെ ഓഫീസിലെല്ലാം ഇട്ടതാണെങ്കിലും 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒക്കെ ഉണ്ടാവും. പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരിക്കലൊക്കെ ഇട്ടതായിരിക്കും. അപ്പം എല്ലാം അത്യാവശ്യം നല്ല ഡ്രസ്സസാണ്. പിന്നെ ഞാൻ അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ഞാനിപ്പോൾ ഓരോ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചേച്ചി എനിക്ക് കുറച്ച് ഡ്രസ്സ് ഫ്രീ ആയി തരുമോ, എനിക്ക് കുറച്ച് ഡ്രസ്സ് ഫ്രീ ആയി തരുമോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം അവർ കയ്യിൽ ഒട്ടും ഇല്ലെങ്കിൽ എനിക്ക് ഷിപ്പിംഗ് ചാർജും തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഷിപ്പിംഗ് ചാർജ് നാട്ടിൽ നിന്നാണെങ്കിൽ വാങ്ങില്ലായിരുന്നു. പക്ഷെ ബാംഗ്ലൂര് നല്ല റേറ്റ് ആണ് ഷിപ്പിങ്ങിന് എടുക്കുക. അപ്പോൾ ഓക്കെ, പറ്റുവാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകുന്ന സമയം എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊറിയർ ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ നല്ലോണം പൈസ ചിലവാക്കി. ഞാൻ ഇപ്പോൾ ഒരു 600 രൂപയൊക്കെ വാങ്ങി ഞാൻ ഇടാത്ത ഡ്രസ്സ് വരെ ഉണ്ടാവും അതിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. നല്ല ഡ്രസ്സാണ്. ഒരു നൂല് പോലും പിന്നെ ഡ്രസ്സ് ഞാൻ വെക്കില്ല. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ളവരുടെ അടുത്ത് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണ്, നിങ്ങൾക്ക് ഡ്രസ്സിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് അല്ല, ഒരു മീഡിയം തൊട്ടുള്ള സൈസ് ആയിരിക്കും ഡ്രസ്സസ് ഉണ്ടാവുക. അപ്പോൾ സ്മോൾ സൈസ് ആയിരിക്കും വേണമെങ്കിൽ അത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തിടാം. പക്ഷേ വലിയ സൈസ് ഉള്ളവർ ചെറിയ സൈസിലുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ സൈസ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എനിക്ക് അതൊന്ന് ഫുള്ള് സോർട്ട് ചെയ്യാനുണ്ട്. ഞാൻ ഇങ്ങനെ പെട്ടിയിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. യൂസ്ഫുൾ ഇടുന്ന ഉള്ളവർ മാത്രം വാങ്ങിക്കുക. കാരണം ഇപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങൾ വാങ്ങി അത് രസമില്ല എന്ന് പറഞ്ഞ് കളഞ്ഞാൽ അത് യൂസ്ഫുൾ ആവുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ PG ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരു കൊച്ചുണ്ട്. അതിന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ വാങ്ങിയിട്ട് ഇടാതെ, അതായത് കുറച്ചൊക്കെ ടൈറ്റായി. അപ്പം ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ ജിമ്മിൽ പോകണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് കുറയുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ അവൾ നോക്കി തന്നോന്ന്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ പുതിയ 2 ഡ്രസ്സും കൂടി കൊടുത്തു. ഞാൻ ഇടാതെ വെച്ചിട്ടില്ലേ. ഒരു മണിക്കൂർ എന്നിട്ട് ഞാൻ ചോദിക്കുന്നവരും ഓക്കെ തന്നോ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ PGയുടെ ആ ഫ്ലോറിലുള്ള ഡസ്റ്റ്ബിന്നിൽ എല്ലാം ഞാൻ കൊടുത്ത എല്ലാ ഡ്രസ്സും ആ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഡസ്റ്റ്ബിന്നിനുള്ളിൽ ഇട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം എന്തോരം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ റൂമിൽ വെച്ച് ഞാൻ വേറെ വല്ലവർക്കും കൊടുത്തേനെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല കുറേ വേറെ പേരുണ്ടാവും.
ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് ഞാൻ ഈ ത്രിഫ്റ്റിങ്ങിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷോർട്സിൽ ഇടാം. നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഷോർട്സ് വഴിയോ ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയെങ്കിലും ഞാൻ അറിയിക്കാം. ഇനി ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൽ ഫോളോ ചെയ്താൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് എനിക്ക് അത്രക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചാർജും വാങ്ങൂല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. നമുക്ക് ഇന്നൊരു ഇപ്രാവശ്യം ഒരു ഗിവ് അവേ നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഗിവ് അവേക്ക് സെപ്പറേറ്റ് റീൽസോ ഷോർട്സോ ഒന്നും ഇടുന്നില്ല. ഇന്ന് തൊട്ട്, അതായത് ഈ വീഡിയോ തൊട്ട് ഓൾമോസ്റ്റ് എനിക്കറിയാം ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ കമന്റ്സ് ഇടുന്നുണ്ട്, ആരൊക്കെ നമ്മൾ ആ ഒരു ഇന്ററാക്ഷൻ എത്രത്തോളം ഉണ്ട് എനിക്കറിയാം. ലൈവിൽ ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കൂല ഒരു വീഡിയോയിലും. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഷോർട്സും വെച്ചിട്ട് അതിലത്തെ ഇന്ററാക്ഷൻ ഒക്കെ നോക്കിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതായത് മൊത്തത്തിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളിൽ നിന്നായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഒരു റീൽ ഇട്ടാൽ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യും. ഇവരാണെങ്കിൽ എന്റെ സാധനങ്ങളൊന്നും എന്റെ കണ്ടന്റ്സ് ഒന്നും താല്പര്യമില്ലാത്തവരോ കാണാത്തവരോ ആയിരിക്കും. അപ്പൊ പിന്നെ എനിക്കൊരു യൂസും ഇല്ല. ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നില്ല, വെറുതെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഗിവ് അവേ മാത്രം നിൽക്കും. എന്നിട്ട് ഗിവ് അവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം പോവുകയും ചെയ്യും. അപ്പൊ അതിലൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഗിവ് അവേയുടെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഗിവ് അവേ എന്തായാലും ഉണ്ടാവും ഫെബ്രുവരി ലാസ്റ്റ് ഓർ മാർച്ച് ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ററാക്ഷൻസ് ഒക്കെ നോക്കിയിട്ട്, കമന്റ്സ്, നമ്മളെ വ്യൂസ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഒരാളെ. അപ്പം അതാണ് എനിക്ക് രണ്ടാമത് പറയാനല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള രണ്ട് കാര്യം. ഞാൻ ഐക്കയിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. എനിക്ക് മാക്കും കെ ബ്യൂട്ടിയും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ പിങ്ക് സെയിൽ നടക്കുമ്പോൾ നല്ലോണം പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മാക്കൊക്കെ നല്ല ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റിയ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, കെ ബ്യൂട്ടിയുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഞാൻ ഷെയ്ഡൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വന്നു. എനിക്ക് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓരോ ഷെയ്ഡ് കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ്. മുന്നേയും മാക്കിൻ്റെ ഒരു ഷോറൂമിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടമായിട്ടുണ്ടായില്ല. പക്ഷെ ഇന്നത്തെ പുള്ളി നല്ലതായിരുന്നു. എന്നെ തന്നെ ഓരോന്നും വെച്ച് ട്രയലൊക്കെ ചെയ്യാനൊക്കെ സമ്മതിച്ചു. സോ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് വാങ്ങണമെന്നാണ് ആഗ്രഹം. പിന്നെ ആലോചിക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്കിലൊക്കെ ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട് മനസ്സിൽ. ഞാൻ ഇന്ന് വന്നു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ പൈസയും പോയി യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അല്ല, അതിൻ്റെ ഒരു ഇതിലാണ് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. പിന്നെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. സോ വൺ ടൈം ഒക്കെ നമുക്ക്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് 2 കൊല്ലമൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ പെട്ടെന്ന് തീരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാവുന്നുമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആവുന്നത് ലിപ്സ്റ്റിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ കലാപരിപാടീസൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇനി ജേർണലിങ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഇപ്പം ഇന്ന് നല്ല ടയർഡാണ്. എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. പൊതുവെ എനിക്ക് ഈ സമയത്ത് ഇത്ര ഉറക്കം വരാറില്ല. അപ്പം വരുന്ന സ്ഥിതിക്ക് ഇപ്പം തന്നെ കിടന്നാലോ എന്ന് ആലോചിക്കാം ഞാൻ. പിന്നെ ജേർണലിങ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഇന്നത്തൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി അതിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് ഇനി ഞാനൊന്നും കഴിക്കുന്നില്ല. എനിക്ക് അത്ര വിശക്കണമെന്നില്ല. അപ്പം നമുക്കിനി കാര്യമായിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ മസ്കാരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ ഗുളിക കഴിക്കാനുണ്ട്, പനിയുടെ ഗുളിക കഴിക്കാനുണ്ട്, അത് കഴിക്കണം. പിന്നെ ഞാൻ ഇന്ന് ഫിലിമിന് പോയപ്പോൾ ഒരു ബബ്ലി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഫിലിമിന് കയറുന്നതിന് മുന്നേ അവർ ചെക്ക് ചെയ്തിട്ട് ബബ്ലി അവർ എടുത്തു വെച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞ ഫിലിം കഴിഞ്ഞിട്ട് വരുമ്പോൾ വരണം. എനിക്ക് മറന്നുപോയി. അപ്പം എൻ്റെ ബബ്ലി ഇപ്പം അവരേലുണ്ട്. ഒരു ബബ്ലി പോയി. സോ സാഡാ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കിടക്കാൻ പോണ്. ഞാൻ ഇപ്പോഴും അനോമി എന്ന് പറഞ്ഞ ഫിലിമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് ഭാവനയുടെ പെർഫോമൻസ്. അയ്യോ, എനിക്ക് ഭാവന അങ്ങനെയൊക്കെ അഭിനയിക്കോന്നില്ല ഒരിതില്ലേ. എനിക്ക് ഒട്ടും എന്താ പറയുക, ആ ഒരു വാവ് ഫീൽ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ആ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ്, എന്താ പറയുക, മറ്റേ ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെയിം ടൈം നമ്മളെ ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ബേബി ആ ഒരു ഫീൽ അല്ലേ. മൊത്തത്തിൽ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. പറ്റുന്നവരെല്ലാവരും പോയി കാണുക. ഞാൻ ഇങ്ങനെ ഫിലിമിന് പോയി എന്ന് പറയുമ്പം ആരും അറിയുന്നേ ഇല്ല അനോമി എന്നുള്ളൊരു പടം. പറ്റുന്നത് എല്ലാവരും പോയി കാണുക. അതായത് ഭാവന ഇനിയും നല്ല കുറേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് തെളിയിച്ചൊരു
കിട്ടു പടമാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പം എല്ലാവരും പടം പോയി കാണാം. ഞാനിപ്പോഴും ആ ഒരു പടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഞാൻ സ്റ്റിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒന്നുകൂടി കാണാനൊക്കെ തോന്നിയ ഒരു പടം. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയാൻ പോണ്. അത് ഞാൻ ഇപ്പോൾ കിടക്കാൻ പോണ്. വീണ്ടും വയ്യാണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.